കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ പ്രേക്ഷകരറിയണ്ടേ? എന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ലോകം എങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു? എന്തിനു വേണ്ടി ഒരു പ്രൊപ്പഗാൻഡ വർക്കൗട്ട് ചെയ്യുന്നു? എന്തിനു വേണ്ടി ലോകം മാറ്റിമറിക്കപ്പെടുന്നു? എന്തിനു വേണ്ടി എന്നെ പോലുള്ള ചില മനുഷ്യർ ചേർന്നിരുന്നു കൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വിധം ലോകം വിശ്വസിച്ചുകൊണ്ട് പാവം മനുഷ്യര് അവരെ ജീവിതത്തിൽ എത്തപ്പെടാത്തതിനപ്പുറവും പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്, കാരണം സാധാ മനുഷ്യർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരുടെ ആ ഒരു ലിമിറ്റേഷനിലൊന്നും അവർ ചിന്തിക്കുന്ന മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ലോകത്തിൽ മാറിമറിക്കുന്നു എന്നറിയേണ്ടതുണ്ട്. അതിനു വേണ്ടി ദുരന്തർ സിനിമയൊക്കെ ഇനി ഉണ്ടാകണമെന്നല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് ദുരന്തർ സിനിമയുടെ വിജയം. ദുരന്തർ സിനിമ പാർട്ട് ഫസ്റ്റിന്റെ വിജയം എല്ലാവരും വിചാരിക്കും, എല്ലാവരും പറയണ എന്താണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം ദുരന്തർ പാർട്ട് 1 ഫസ്റ്റിന്റെ വിജയം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, ആരെയൊക്കെയോ ഇവർ അഡ്ജസ്റ്റ് ചെയ്തു, ഗവൺമെന്റിനെ മോട്ടിവേഷൻ ചെയ്തു, പല കാര്യങ്ങളിലും ഇവര് വിട്ടുവീഴ്ച ചെയ്തു. പിന്നെ അതിനേക്കാളും ഉപരി ദുരന്തർ സിനിമ പാർട്ട് 1 ഫസ്റ്റില് കുറച്ചു കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് എല്ലാരും അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ ഇത് ഈ പടത്തിനെ വൈഡായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്തു എന്നാണ് എല്ലാവരുടെ ധാരണ. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ കാഴ്ചപ്പാടിൽ കൂടെ ഇറ്റ്സ് റോങ്. ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത്, സ്ക്രിപ്റ്റ് ചെയ്ത ആൾ എന്താണ് ഉദ്ദേശിച്ചത്, നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ എങ്ങനെ പോണെന്ന് എന്താണോ ഉദ്ദേശിച്ചത്, ദുരന്തർ പാർട്ട് 1 അത് ക്ലീൻ ബൈ ക്ലീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയാൽ എവിടെ ചെന്നെത്തും, അതിന്റെ ഭവിഷ്യത്തുക്കൾ എന്ത്, അതിന്റെ മുന്നോട്ട് പോകലെന്ത്, അടുത്ത തലമുറ എന്ത് എന്ന് വ്യക്തമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിയാകണമെന്നില്ല. പാർട്ട് 1 ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇച്ചിരി സൈലന്റ്, ഇച്ചിരി ഗ്യാപ്പ്. ദുരന്തർ അപകടം മണക്കുന്നു, അപകടം കാത്തിരിക്കുന്നു. ആരെയാണ്? എന്നെയല്ല,